ഞാനെന്ത് പറയാനാണ്? ഇജ്ജ് എന്റെ പാടായി ഇജ്ജ് നടന്നൂടി, ഞാൻ പോകും. പഞ്ചാര കിട്ടിന്നു ചായ എപ്പ പോയതാടാ? എത്ര നേരടാ തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടാ? കൊറേ നേരമല്ലേ പഞ്ചാര അടിക്കാൻ പോയിട്ട് എവിടെ തണ്ടി ഇറക്കില്ലടാ. ഇപ്പാണ് വന്നിക്കണ്. മനുഷ്യർക്ക് എന്തൊക്കെ പണിയെന്ന് എനിക്കറിയോ? ഒന്നും പറഞ്ഞ മുണ്ടാതിരുന്നവിടെ അല്ലാത്തൊരു സാധനം അടച്ചി. ഞാൻ ചെയ്യാനും അവിടെ വെച്ചിട്ടുണ്ട് ആ കടിയൊക്കെ. അത് പൂച്ച തിന്നാൻ നോക്കിക്കോ. അവിടെ വരാ. ഈ ഓരാള് പോണേ. എന്റെ നവിസാത്താടെ പോയിട്ട് കുറെ പണിയില്ല നടന്ന് കഴിഞ്ഞിട്ട് പോവാച്ചിട്ട് എന്താണ് അവിടെ വച്ചേക്കുന്നത്? ഞാൻ വരാടാ, ഞാൻ എടുത്തു തരാം. ചായ മരട്ടില്ലേ, മരട്ട് കുടിക്കണ്ടേ? ഈ ചെക്കന് കൊണ്ട് തോട്ടതപ്പേ. ചെക്കന് കാണാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞ് കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതിനനുസരിച്ച് പാവണ്ട്. ഈ ചെക്കനക്ക് വേറെ ഒരു പണിയില്ല. ഓനെ ഞാനങ്ങനെ നടക്കും. ചെക്കനൊരു പണിക്ക് പോയിനാ തൊഴിലുറപ്പിന്. ചെക്കൻ അങ്ങും പോണില്ല. ചെക്കനക്ക് നേരെ മലത്താ പെണ്ണാട്ടാണ് ആ ഒരു ചിന്ത മാത്രമോ ചെക്കനെ മനസ്സിൽ. പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യാം? എന്റെ കാലശേഷം ചെക്കനെ കൊണ്ട് കയറപ്പേ ഞാൻ എന്താ കാട്ടുക? കേട്ടോ എന്താ ചെയ്യാ ചെക്കനെ കൊണ്ട്? ചെക്കൻ ഇവിടെ എവിടെ കാണാനില്ല. ഏടാ ചെക്കൻ എവിടെ പോയത്? എവിടെയും കാണാനില്ലല്ലോ. ചെക്കൻ ഒറ്റടിക്കലും മറിഞ്ഞ ചെക്കൻ എവിടെയാണാവോ? ഞാനേ കവിസാദാർക്ക് പോവാൻ ഞാൻ പോയി വരാം. ഞാൻ കക്കൂസിലാണ്. നിങ്ങൾ പോയിക്കോളി. ഞാൻ ചായ എടുത്ത് കുടിച്ചോണ്ട്. ആ ചായ എടുത്ത് കുടിച്ചോ? ഞാൻ പോയ എന്താ പറഞ്ഞ ചക്കര കൊണ്ട് ചെയ്യാ നീ? പോയാ അസ്വസ്ഥായി. ഇമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാക്കാൻ സ്വസ്ഥം തരൂല്ല. എന്റെ പെണ്ണുങ്ങളുടെ വരട്ടെ. മുത്തമ്മ പറഞ്ഞേരെ ഞങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട് ട്ടാ. ചായ എടുക്കട്ടെ വായി. അല്ല പടച്ചോനെ ചതിച്ച കുഞ്ഞാപ്പൂന്റെ ഉമ്മള്ളി വരുന്നത്. ഇനി എന്തൊക്കെ പറയേണ്ടി വരുമാവോ? ഈ ഭാഗത്തോ എവിടുക്കാ ഈ പോണ്? എവിടുക്കാ ഈ വഴിക്ക് പോണത്? ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുന്നു. നിങ്ങളൊന്ന് കാണാൻ വേണ്ടിട്ട്. നിങ്ങളാ ചെക്കനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചെക്കൻ പെണ്ണെട്ടാൻ വേണ്ടിട്ട് സ്വസ്ഥ തരുന്നുണ്ട്. മനുഷ്യർക്ക് കുടിക്കണ വെള്ളത്തിന് സ്വസ്ഥ തരുന്നുണ്ടാ? നിങ്ങളങ്ങ് ചിന്തിച്ചു നോക്കി. ആ ചെക്കനാണ് ഇങ്ങനത്തെ പോലത്തെ ചെക്കനാണ്. നിങ്ങൾ അതൊക്കെ ചിന്തിക്കണ്ടേ? നിങ്ങൾ ഓരോന്നിങ്ങനെ മൂച്ചമ്മ അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ചെക്കനാണെങ്കിൽ ആരും സ്വസ്ഥവും തരുന്നില്ല. ചെക്കൻ അങ്ങനത്തെ ഒരു ചെക്കനാണെന്ന് തോന്നലാണ്. ആ ചെക്കനക്കും വേണ്ട ഒരു ജീവിതം, അവനക്കും വേണ്ട ഒരു പെണ്ണൊക്കെ. പിന്നെ കല്യാണമൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. അവനങ്ങനെ ജീവിച്ചു പോയിക്കോളും. മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾക്ക് അത് ഇതൊക്കെ പറയാ. കാരണം ചെക്കനാണെങ്കിൽ ഒരു പണിക്ക് പോലെ തന്നെ നടക്കണം ചെക്കൻ. ഞാൻ പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് ഞാൻ തീറ്റ കൊടുക്കേണ്ടി വരും. 2-3 കൊല്ലം കഴിഞ്ഞാൽ മക്കൾക്കും തീറ്റ കൊടുക്കേണ്ടി വരും. പറയുന്നവർക്ക് എന്താ അങ്ങനെയൊക്കെയാണ് പറയാ. നിങ്ങളോടിപ്പോൾ വർത്താനം പറയാനും പഠിക്കാനും ഞാൻ നേരെ ഇല്ല. ഞാൻ ആ നബീസാത്താടെ പോയിട്ട് കുറച്ച് പണിയുണ്ട്. അത് ഞാൻ പോയി എടുക്കട്ടെ. പറച്ചാരെ വന്നപ്പോൾ വിചാരിച്ചു എന്താ അയാളുടെ വിചാരം? ചെക്കനക്ക് ഒരു കുഴപ്പമില്ല. ചെക്കനെ ഈ കോലത്തിലാക്കിയത് തള്ളേണ്. ചെക്കൻ ഇങ്ങനെ ചെറിയൊരു മന്ദപ്പാണെങ്കിൽ അവനെ ശരിയാക്കി എടുക്കേണ്ട കടമില്ല തന്തക്കും തള്ളക്കൊക്കെ. അപ്പം അങ്ങോട്ട് ശരിയാവില്ലേ? അല്ലാതെ കാലാകാലം ചെക്കൻ ഇങ്ങനെ അറിഞ്ഞ് നടക്കല. ചെക്കൻ ഒരു ചെറുപ്പക്കാരനല്ലേ, അവനക്കും വേണ്ട ഒരു ജീവിതമൊക്കെ. പിന്നെ തള്ളിയും തന്തിയും മാത്രമല്ലല്ലോ, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ടാവുമല്ലോ ഇതിന് പിന്നിൽ. തള്ളെന്തത് മനസ്സിലാക്കാത്തത്? എന്താണ് നിങ്ങൾ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞാ? ഞാൻ നടക്കുന്ന ആരെങ്കിലും ഒരു വർത്താനം പറയാനാമോ? ഞാനെന്ത് പറയാനാണ്? ഇജ്ജ് എൻ്റെ പാടായി ഇജ്ജാണ്ട് നടന്നുകൂടി, ഞാൻ പോകും. ഓനവിടെ കാട്ടുകാരൻ ഞാൻ ചെല്ലാന്ന് പറഞ്ഞത്. അവിടെ നിൽക്കുന്നുണ്ട്. പോയാട്ടെ.
വാവാ പോയിട്ടില്ലല്ലേ? ഇജ്ജെന്താ നേരം വൈകിയത് കുഞ്ഞാപ്പോ? ഞാൻ നേരം വെക്ക എങ്ങനെ ഞാനേ അമ്മ ഒന്ന് പോയി കിട്ടണ്ടേ. ജിന്റെ മഴ കണ്ട? എന്റെ അമ്മാണ്ട് പോണ്ട്. എന്നെ കണ്ട? ഞാൻ മാറി. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ അമ്മ വിചാരിക്കൂ ഇമ്മണ്ട് പോയാല് ഇജിന്റെ വരാൻ നിക്കാൻ വിചാരിക്കൂല്ലേ? ദേഷ്യം പിടിച്ചിട്ടാ പോണേ. നല്ല ദേഷ്യം പിടിച്ചിക്കണ്. എന്താ ഉമ്മാക്ക് എന്താ വെച്ചാ പഞ്ചാര കൊണ്ടുവരാൻ വൈകില്ല ഞാന്. അപ്പൊ പഞ്ചാരായിട്ട് ഉമ്മാക്ക് എപ്പോഴും കട്ടൻ ചായ കുടിക്കണോ? ഏത് സമയത്തും കട്ടൻ ചായ കുടിക്കണോ? ഉമ്മാക്ക് ആ ദേഷ്യമൊക്കെയാണ് ഉമ്മാക്ക്. ഉമ്മാന്റെ മൊത്തല്ല ദേഷ്യണ്ട്. അങ്ങോട്ട് ഓടുണ്ട്. പാവല്ലേ എന്റെ ഉമ്മല്ലേ? പാവാണ്. സാധാരണ പണിക്ക് വയ്ക്കാണ്. എനിക്കാണെങ്കിൽ ഒരു ജാതി കേട് പണിക്കൊന്നും പോകാൻ തോന്നുന്നില്ല. ചെലപ്പോളേ ഇപ്പൊ ഇങ്ങോട്ട് വരുണ്ടാവും. നമുക്ക് മാറുകയല്ല ഇവിടുന്ന്. ഇമ്മ ഇപ്പൊ തന്നെ വരൂല. ഇമ്മ കുറച്ചൊക്കെ കഴിയും വരാന്. എന്നാലേ പൊയ്ക്കോ. ഞാൻ പോവാ. ഞാൻ ചേട്ടാ ഉമ്മ കൊറേ പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അത് മോറാണ്ട് ആയിക്കോട്ടെ. പാത്രം മോറാൻ അടിച്ചോരാനൊക്കെ ഉണ്ട്. പോയിക്കോ. ആയിക്കോട്ടെ.